ദൈവം തൻ്റെ കരവിരുതാൽ സമ്പന്നമാക്കിയ ഭൂമിയിലെ ഈ ഏദൻ തോട്ടത്തിലൂടെയുള്ള യാത്ര നയനമനോഹരമാണ്. തമ്പുരാന്റെ ഈ വിസ്മയ പ്രവൃത്തിക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക? പ്രാകൃതരും ദരിദ്രരുമായ ഈ ജനങ്ങളുടെ ഇടയിലേക്കുള്ള വിദേശ മിഷണറിമാരുടെ കടന്നുവരവ് മതവും സംസ്കാരവും വിദ്യാഭ്യാസവും ഈ മണ്ണിൽ വേരുപാകുവാൻ കാരണമായി. മന്ത്രവാദവും പൂർവിക ആരാധനയും കൊണ്ട് നിറഞ്ഞൊരു ജനസമൂഹം ഒരു രക്ഷകന്റെ വരവ് പ്രതീക്ഷയോടെ സ്വീകരിച്ചു. ലണ്ടൻ മിഷണറി സൊസൈറ്റിയാണ് മഡഗാസ്കറിലേക്ക് വന്ന ആദ്യ മിഷണറിമാർ. റദാമൻ രണ്ടാമൻ രാജാവ് രാജ്യത്ത് ക്രിസ്ത്യൻ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ അനുവാദം കൊടുത്തു. തുടർന്ന് കത്തോലിക്ക മിഷണറി സമൂഹം മഡഗാസ്കറിലേക്ക് കൂടുതലായി കടന്നുവന്നു. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും ജസ്യൂട്ട് മിഷണറിമാരും ക്ലൂണി സിസ്റ്റേഴ്സും മഡഗാസ്കറിന്റെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നു. ജസ്യൂട്ട് മിഷണറിമാരും ലാസലൈറ്റ് മിഷണറിമാരുമാണ് ഈ രാജ്യത്ത് കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ചത്. 23% കത്തോലിക്കരും 20% മറ്റു വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളും 7% മുസ്ലിങ്ങളുമാണ് ഈ രാജ്യത്ത് ഇപ്പോഴുള്ളത്. ബാക്കി 50% പേരും പൂർവിക ആരാധനയിലും പഴയ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവർ. CMI കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്വത്തിൻ്റെയും പ്രതിഫലനമാണ് ഈ സന്യാസ സമൂഹം. കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ സുവിശേഷവുമായി കടന്നു ചെല്ലുവാൻ CMI മിഷണറി സമൂഹത്തെ ദൈവം നിയോഗിച്ചു. നമ്മെക്കൊണ്ട് നന്മകൾ ചെയ്യിക്കുന്നത് ദൈവമാണ് എന്ന പൂർണ്ണ വിശ്വാസമാണ് ഈ സന്യാസ സമൂഹത്തെ ലോകത്തിന് നൽകാൻ ചാവറയച്ചന് പ്രേരണ നൽകിയത്. സാംസ്കാരിക അനുരൂപണത്തിലൂടെ ഒരു സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയുള്ള CMI മിഷണറി സമൂഹത്തിൻ്റെ മഡഗാസ്കറിലേക്കുള്ള കടന്നുവരവ്
1987 സുവിശേഷീകരിക്കേണ്ട സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ സമൂഹത്തെ സ്നേഹിക്കുകയുമാണ് ഒരു മിഷണറി ആദ്യം ചെയ്യേണ്ടത് എന്നു മനസ്സിലാക്കി CMI തൃശൂർ ദേവമാതാ പ്രൊവിൻസിൽ നിന്നും 3 വൈദികർ മഡഗാസ്കറിന്റെ മണ്ണിലെത്തി. ഫാദർ പോൾ മോസസ് ചക്കാലയ്ക്കൽ, ഫാദർ കുര്യാക്കോസ് ചീരൻ, ഫാദർ ഡേവിസ് കൊളങ്ങാടൻ. ഈ രാജ്യം ഒരു ഫ്രഞ്ച് കോളണിയായിരുന്നു 1960 വരെ. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലഗാസിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് എന്ന ഭാഷയും. നമ്മുടെ ഭാരതത്തിൽ ഇംഗ്ലീഷ് പോലെ ഇവിടെ ഫ്രഞ്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ 2 ഭാഷകളിലും പ്രാവീണ്യം നേടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു വലിയ വെല്ലുവിളിയുമായിരുന്നു. ഞങ്ങളിവിടെ വന്ന ദിവസങ്ങളിൽ ഇവിടെ ഇന്ത്യക്കാരായ ഗുജറാത്തികൾക്ക് എതിരായിട്ട് വലിയൊരു സമരം നടക്കുകയും അവരുടെ കടകളൊക്കെ കത്തിച്ചു കളയുകയും ചെയ്ത ഒരു അവസരത്തിലാണ്. എന്നാലും വൈദികരായ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആ കുരിശുരൂപം ധരിച്ച് നടന്നാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നൊരു ധാരണ ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് യാതൊരു പ്രശ്നവും മഡഗാസ്കറിൽ ഉണ്ടായില്ല. ഇത് മുറുണ്ടാവ. സമ്മിശ്ര സംസ്കാരങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും സമൃദ്ധമായ നാട്. ലാറ്റിൻ സഭയുടെ കീഴിലുള്ള ഏതാണ്ട് കേരളത്തിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള മുറുണ്ടാവ രൂപതയിലേക്കാണ് CMI മിഷണറിമാർ കടന്നു വന്നത്. തീർത്തും ദരിദ്രമായ മഹാബു, അങ്കിലിസാത്തു, മണ്ഡബെ എന്നീ ഇടവകകളായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല. അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ ക്രിസ്തുസ്നേഹത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഇവിടുത്തെ സഭയോട് ചേർന്ന് ഈ മിഷൻ സമൂഹത്തിന് കഴിയുന്നു. വിദ്യാഭ്യാസം, ആതുര സേവനം, പൊതുപ്രവർത്തനം, കൃഷി, ഈ മേഖലകളിലെല്ലാം മിഷണറിമാരുടെ സ്വാധീനം ചെറുതല്ല.
ഈ ജനങ്ങളോടൊപ്പം ജീവിച്ച് ഇവർക്ക് മാതൃകയായി, തളർന്ന മനസ്സുകൾക്ക് ആശ്വാസമായി, രോഗികൾക്ക് സാന്ത്വനമായി, സ്നേഹവും കരുതലും നൽകി, ഇവരും ദൈവമക്കളാണെന്ന തിരിച്ചറിവ് നൽകി ശുശ്രൂഷയുടെ പുതിയ ലോകം ഇവർ ഇവിടെ തുറക്കുന്നു. ഫാദർ പോൾ മോസസ് ചക്കാലയ്ക്കൽ, ഫാദർ ലൂയിസ് രാജ് പുറത്തൂർ, ഫാദർ ജോൺസൺ തളിയത്ത്, ഫാദർ ഷൈജു ആളൂർ, ഫാദർ ചാക്കോ തലക്കോട്ടൂർ, ഫാദർ ജോൺസൺ തെക്കൂടൻ, ഫാദർ അഗസ്റ്റിൻ ആനനിലയിൽ, ഫാദർ ജോയി കള്ളിയത്ത് എന്നീ 8 വൈദികരാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. എട്ട് മാസത്തെ മലഗാസി പഠനത്തിന് ശേഷം ഞങ്ങൾ മഹാബു എന്ന ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഇടവക ഞങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ കീഴിൽ പ്രധാനപ്പെട്ട 3 പള്ളികളുണ്ടായിരുന്നു: അങ്കിലിസാത്തു, മണ്ഡബെ, മഹാബു. ആ പള്ളികൾക്ക് ചുറ്റുമായിട്ട് ഏകദേശം 35ഓളം ചെറിയ പള്ളികൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിലകൊള്ളുന്ന ചെറിയ പള്ളികളാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഞങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനും കുർബാന ചെല്ലാനും ഒക്കെ ആയിട്ട് പോകേണ്ടിയിരുന്നു. ഈ അവസരത്തിൽ ഒത്തിരി വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഭാഷയുടേതായിട്ടുള്ള വെല്ലുവിളി. കാരണം മഡഗാസ്കറിൽ 18 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങൾക്കെല്ലാം പ്രത്യേകമായ ഭാഷകളുണ്ട്. എന്നാലും വലിയൊരു അനുഗ്രഹം അവർക്ക് ദേശീയമായൊരു ഭാഷയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മലഗാസി എന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്താനും സാധിക്കും. ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഗോത്രഭാഷകൾ കൂടി അറിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് അവരുമായിട്ട് സമ്പർക്കം പുലർത്താനും സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഭാഷ പഠിക്കുക എന്നുള്ള ആ വെല്ലുവിളിയാണ് ആദ്യം നേരിടേണ്ടി വന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഭാഷ പഠിക്കുകയും കുർബാന ചെല്ലാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അവിടെയുള്ള ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളും കഴിക്കണം. അവരാണെങ്കിൽ അരിഭക്ഷണമാണ് അവരുടെയും ഭക്ഷണം. അവരുപയോഗിക്കുന്ന കറികൾ നമ്മുടേതായിട്ട് യാതൊരു ബന്ധവുമില്ല. ചില ചെടികളുടെയൊക്കെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളമാണ് അവർ അരിയുടെ കൂടെ ഉപയോഗിക്കുന്നത്. ചില ഗ്രാമങ്ങളിൽ അച്ഛൻ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു കോഴിയെ കൊന്ന് കറി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ കറി വെറുതെ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത ഒരു കറിയാണ്. അതിൽ മസാലകളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് യാതൊരുവിധ രുചിയും ഉണ്ടാവുകയില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ധാരാളം കത്തോലിക്ക മിഷണറിമാർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതത്തിൽ നിന്നും ഏതാണ്ട് 40ഓളം മിഷണറിമാർ മലഗാസിയും ഫ്രഞ്ചും പഠിച്ച് പ്രേഷിത പ്രവർത്തനം നടത്തുന്നു. മലയാളികളായ മറ്റു മിഷൻ സമൂഹങ്ങളും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയും പ്രസംഗവും മാത്രമല്ല, പ്രവൃത്തിയിലാണ് ദൈവത്തെ കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഈ മിഷണറിമാർ നമുക്ക് പകർന്നു നൽകുന്നു. മന്ത്രവാദത്തിനും പൂർവിക ആരാധനയ്ക്കും പൂർണ്ണമായും അടിമപ്പെട്ടിരുന്ന ജനം പതിയെ ക്രിസ്തുസ്നേഹത്തിൻ്റെ പാതയിലേക്ക് വന്നു തുടങ്ങി.
വിദ്യാഭ്യാസവും സ്നേഹവും നൽകി ഇക്കൂട്ടർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ ഈ വൈദികർ കാണിക്കുന്ന തീഷ്ണത സഭയ്ക്ക് എന്നും അഭിമാനമാണ്. പിന്നെ ഞങ്ങൾക്ക് വരുന്ന മറ്റൊരു വലിയ ദുർഘടം ഞങ്ങളുടെ യാത്രയാണ്. കാരണം ഇവിടെയുള്ള പല നദികൾക്കും പാലമില്ല. അതുകൊണ്ട് നമുക്ക് നദിയിലൂടെ നീന്തി വേണം അക്കരെ ചെല്ലാൻ. നീന്തേണ്ട അവസരമില്ലെങ്കിലും അരയ്ക്കൊപ്പം തന്നെങ്കിലും വെള്ളത്തിൽ കൂടിയാണ് ഞങ്ങൾ നദികൾ കടന്നിരുന്നത്. അത് നദികൾ കടന്ന് 34-35 കിലോമീറ്റർ വരെ നടന്നാണ് ചില പള്ളികളിൽ ചെന്ന് കുർബാന ചെല്ലാൻ പോവുക. ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു വരുന്നതും കാളവണ്ടിയിൽ വരുന്നതൊക്കെ കാണുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു. കാരണം അവർക്കറിയാം അച്ഛന്മാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടും സങ്കടവും കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കാര്യം വളരെ വിലപ്പെട്ട ഒന്നാണ്. കഷ്ടപ്പെട്ട് വിദേശികളായ ഞങ്ങൾ ചെയ്യുന്ന ഈ സുവിശേഷ പ്രഘോഷണം എന്തോ മൂല്യമുള്ള ഒരു വസ്തുവാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാത്തിരിക്കുന്ന മലഗാസി ജനത, അറിവിനും വിദ്യാഭ്യാസത്തിനുമായി കാത്തിരിക്കുന്നവർ, സ്വരരാഗങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ മനോഹര ഗാനാലാപനത്താൽ ദൈവത്തെ സ്തുതിക്കുന്ന ഈ ജനതയ്ക്ക് മിഷണറിമാരുടെ സേവനം അത്യാവശ്യമാണ്. വിരലിലെണ്ണാവുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് മതിയാകുന്നില്ല എന്നത് വാസ്തവം. ധാരാളം മിഷണറിമാരെ, പ്രത്യേകിച്ച് മലയാളി മിഷണറിമാരെ ഈ ജനം പ്രതീക്ഷയോടെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ രുചിക്കൂട്ടുകൾ നുകർന്നെടുക്കാനുള്ള ആർത്തിയോടെ, പ്രതീക്ഷയോടെ. ഇവിടുത്തെ സംസ്കാരത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങാനും ഇവരുടെ സംസ്കാരത്തെക്കുറിച്ച് ധാരാളമായിട്ട് പഠിക്കാനും ഈ ജനങ്ങളുടെ ആചാരങ്ങൾക്ക് മാമോദീസ കൊടുക്കാനും ഈ ജനങ്ങളോട് തോളുരുമ്മി ഈ ജനങ്ങളോട് ഒത്തുചേർന്ന് ഇവരുടെ ആചാരങ്ങളെയും ഇവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ യാത്ര ഒരു ജീവിതാനുഭവമാണ്.
അറിയും തോറും അത്ഭുതം തരുന്ന യാത്രകൾ. വിഭിന്നമായ സംസ്കാരങ്ങളും വേറിട്ട കാഴ്ചകളും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം ദൈവസ്നേഹത്തിൻ്റെ പുതിയ ബോധ്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു. പുതിയ കാഴ്ചകൾക്കായി കാത്തിരിക്കാം പ്രതീക്ഷയോടെ.